ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുഴുവൻ വിവരങ്ങളും മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങളെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വനിതാ കമ്മീഷനെ കേസിൽ കോടതി കക്ഷി ചേർത്തു. വിശദവിവരങ്ങളുമായി ബിനിൽ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ബിനിൽ, അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും നിലപാടെടുക്കലുമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇതിൽ ഏജ് നൽകിയിട്ടിരിക്കുന്ന മറുപടി എങ്ങനെയാണ്? കോടതി എന്തൊക്കെ വാദങ്ങൾ അവസാനം എന്തു പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ ഈ വാദം അവസാനിക്കുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പൊതുസമൂഹം ഉയർത്തിയ അതേ വിമർശനം തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഈ ഭാഗത്ത് നിന്ന് വന്നത്. സർക്കാർ ഒഴുക്കൻ മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് കോടതിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. പക്ഷേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ കോടതി ആ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഹേമ കമ്മിറ്റി എന്താണോ സർക്കാരിന് റിപ്പോർട്ടായി നൽകിയത് അത് അതേപടി ഹൈക്കോടതിക്ക് കൈമാറാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അടുത്ത മാസം 10-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി വിശദമായി വായിക്കും. അതിനുശേഷം തുടർ നടപടികളിലേക്ക് പോകും. ഇന്ന് രാവിലെ കേസ് എടുത്തപ്പോൾ സർക്കാരിന് വേണ്ടി AG നേരിട്ടാണ് ഹാജരായത്. അഡ്വക്കേറ്റ് ജനറൽ പ്രധാനമായും കോടതിയെ അറിയിച്ചത് ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് ഈ കമ്മിറ്റിയെ വെച്ചത്. ഈ കമ്മിറ്റിയാണ്, അതായത് ഇത് ഒരു കമ്മീഷനായിട്ടല്ല വെച്ചതെന്ന കാര്യം കൂടി സർക്കാർ കോടതിയെ അറിയിച്ചു. പക്ഷേ ഈ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സർക്കാർ ആലോചിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ വെളിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പരാതി ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് സർക്കാരിന് നടപടിയെടുക്കുന്നതിന് ചില പരിമിതികളുണ്ട് എന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ പൊതുസമൂഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചോദിച്ച അതേ ചോദ്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനും ചോദിക്കാനുണ്ടായിരുന്നത്. ഇരകളുടെ ഭാഗം മറച്ചുവെക്കാം, പക്ഷേ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിന് എന്താണ് തടസ്സമെന്നതാണ് കോടതി ഉന്നയിച്ച വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് വിശദമായി പഠിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ സർക്കാർ ആ റിപ്പോർട്ട് ഹാജരാക്കണം. അതോടൊപ്പം തന്നെ എന്തൊക്കെ നടപടികളാണ് സർക്കാർ ഇതുവരെ കൈക്കൊണ്ടിട്ടുള്ളത്, ഇനി എന്താണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നതൊരു വിശദ സത്യവാങ്മൂലവുമായി കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ നീക്കങ്ങൾ കഴിഞ്ഞ 4.5 വർഷമായി ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ ഫ്രീസറിലായിരുന്നു. പക്ഷേ ആ ഫ്രീസറിൽ വെച്ചിരുന്ന റിപ്പോർട്ടിനാണ് ഇപ്പോൾ RTI കമ്മീഷന്റെ നടപടിയോടുകൂടി ജീവൻ വെച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് പുറത്തു വരിക മാത്രമല്ല, അതിൽ കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായ വിഷയങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്നതല്ല എന്നാണ് ഇന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് സർക്കാരിന് തുടർ നടപടികളിലേക്ക് പോകേണ്ടി വരും. അതൊരു ക്രിമിനൽ കേസിലേക്ക് മാറണമെങ്കിൽ സ്വാഭാവികമായും പരാതികൾ വേണ്ടിവരും. പക്ഷേ ഒരു അന്വേഷണം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിന് ആ പരാതികളുടെ ആവശ്യമില്ല. കാരണം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു അന്വേഷണത്തിലേക്ക് സർക്കാരിന് പോകാൻ കഴിയും. അവിടെ സർക്കാരിന് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ഇന്ന് കോടതിയിൽ AG അറിയിച്ചത് ഈ മൊഴിപ്പകർപ്പുകൾ സർക്കാരിന്റെ പക്കലില്ല എന്നതാണ്. എങ്കിൽ പിന്നെ ആ മൊഴിപ്പകർപ്പുകൾ എവിടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഇനി ഉയരാൻ പോകുന്നത്. ശരി, ബിന്നിൽ വിവരങ്ങൾ നൽകുന്നു. ബിന്നിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്, ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് സർക്കാരിന് ചെയ്യാനാകുന്നില്ല എന്നുള്ളത് ചോദ്യം. ഈ മൊഴിപ്പകർപ്പ്, അതായത് 62 പേജുകൾ മാറ്റിവെച്ച് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്, ആ പേജുകളിൽ ഇത് ഇല്ലേ, മൊഴിപ്പകർപ്പില്ലേ, എവിടെയാണ്? അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമ, ഇത് മുഴുവൻ കേട്ടിട്ടുള്ളത് ജസ്റ്റിസ് ഹേമയാണല്ലോ, അവിടെ ആ തരത്തിലൊരു ഇടപെടൽ സർക്കാർ നടത്താനാകില്ല. എന്തുകൊണ്ട് AGയുടെ മറുപടി അങ്ങനെയാകുന്നു? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവരാവകാശ കമ്മീഷൻ ഏതാണ്ട് 70ഓളം പേജുകൾ മറച്ചുവെച്ചു ബാക്കിയാണ് വിവരാവകാശ നിയമപ്രകാരം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ആ മറച്ചുവയ്ക്കപ്പെട്ട പേജുകളിലല്ല മൊഴികൾ ഉള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ മറ്റു ചില വിവരങ്ങൾ, അതായത് ഈ വ്യക്തികളിലേക്ക് സൂചിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ആ പേജുകളിൽ ഉള്ളത് എന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴികൾ അതേതാണ്ട് 400 പേജോളം വരും മൊഴിയും ഡോക്യുമെന്റുകളും എന്നതാണ് മുൻ മന്ത്രി AK ബാലൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ 400ഓളം പേജിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തു പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മറച്ചു വയ്ക്കപ്പെട്ട ഭാഗത്തല്ല മൊഴിയെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുതന്നെയാണ് AGയും ഇന്ന് കോടതിയിൽ പറഞ്ഞത്. ആ മൊഴിപ്പകർപ്പുകൾ സർക്കാരിന്റെ മുന്നിലില്ല. അതോടൊപ്പം തന്നെ ഈ മൊഴികൾ എടുത്തപ്പോൾ തന്നെ ഹേമ കമ്മീഷൻ
ഹേമ കമ്മിറ്റി ഒരു കാര്യം ഉറപ്പ് നൽകിയിരുന്നു. അതായത് ഈ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു കാര്യത്തിനും ഉപയോഗിക്കില്ല, നിങ്ങൾ മറ്റ് നിയമ നടപടികൾക്ക് മുന്നിൽ വരേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മൊഴി എടുത്തത്. അതുകൊണ്ട് ആ മൊഴി പകർപ്പുകൾ ആ കമ്മിറ്റിയോട് ചോദിക്കുന്നതിന് സർക്കാരിന് പരിമിതിയുണ്ട് എന്ന വാദവും ഇന്ന് സർക്കാർ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മൊഴി പകർപ്പുകൾ സർക്കാരിന്റെ കൈവശം ഇല്ല എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അവർ പുറത്തു പറയുന്നത്. അതിന്റെ വസ്തുത എന്താണ് എന്നത് ഇനി വരാനിരിക്കും. സ്വാഭാവികമായിട്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചതുമൊക്കെ ഇത് നവീകരിക്കാൻ ഈ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇത് അഡ്രസ് ചെയ്യപ്പെടുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണല്ലോ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം. അതായിരുന്നല്ലോ നടി ആക്രമിക്കപ്പെട്ട കേസ് തുടങ്ങിയിട്ട് ഇങ്ങനൊരു കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഈ സ്വാഭാവികമായിട്ട് ഈ മൊഴി പകർപ്പ് പുറത്തേക്ക് വിടില്ല. ഇങ്ങനെ വീണ്ടും ഇതിനുള്ളിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഒളിച്ചു വെക്കാനാണെങ്കിൽ പിന്നീട് ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടും കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക? ആ മൊഴി പുറത്തേക്ക് വന്നില്ല എങ്കിൽ കോടതിക്കും ഇതിൻ്റെ ഒരു കൃത്യമായ നിയമപരമായ പരിശോധനകളിലേക്ക് പോകാൻ കഴിയില്ല. കാരണം ആ മൊഴിപ്പകർപ്പുകളിലാണ് ഓരോ വ്യക്തിയും താൻ നേരിട്ട ദുരവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അതിൽ ആർക്കെതിരെയാണ് ഈ ആരോപണമെന്നത് ആ മൊഴിപ്പകർപ്പിലുണ്ടാകും. അതെപ്പോഴാണ് നടന്നതെന്ന് അവർ ഈ കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞിട്ടുള്ള കാര്യവും ആ മൊഴിപ്പകർപ്പിലുണ്ടാകും. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ആ പ്രമുഖ നടി, അത്തരത്തിൽ പ്രമുഖ നടൻ, അങ്ങനെയൊക്കെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സൂചനകൾ കൊണ്ട് മാത്രം കാര്യമില്ല. ആരാണ് ഈ മൊഴി നൽകിയിരിക്കുന്നത്, അവർ മൊഴി നൽകിയത് ആരെക്കുറിച്ചാണ് എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ മൊഴി പകർപ്പ് പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ ആ മൊഴി നൽകിയ വ്യക്തിയുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് കോടതിയും എന്ന് പറഞ്ഞു. അതായത് ആ ഇരകളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ട. പക്ഷേ ആരാണ് ഇതിൽ കുറ്റക്കാരന് എന്നത് പരിശോധിക്കുന്നതിന് ഈ സ്വകാര്യത ഒരു തടസ്സമല്ലല്ലോ എന്ന ചോദ്യമാണ് കോടതി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഈ മൊഴി എവിടെ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ മൊഴി പരിശോധിക്കുമ്പോൾ മാത്രമാണ് ആർക്കെതിരെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നത് വ്യക്തമാകുകയുള്ളൂ.